പണ്ടേ എനിക്കിതാണ് കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. ഒരുപാട് താരങ്ങൾ സിനിമയിൽ ജനിക്കുന്നു, ചിലർ താരങ്ങളായി മാറുന്നു. എന്നാൽ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ജനങ്ങൾ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ സ്നേഹിക്കാറുള്ളൂ. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരനാണ് ഇന്ദ്രൻസ്. തിരുവനന്തപുരം ജില്ലയിലെ കുമാരപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ദാരിദ്ര്യവും ജീവിതത്തിന്റെ പ്രയാസങ്ങളും ചെറുപ്പം മുതലേ ഇന്ദ്രൻസിന്റെ കൂടെ ഉണ്ടായിരുന്നു. പഠനം 10ാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു വലിയ സ്വപ്നവുമായി സിനിമയിലെത്തിയ ആളല്ല ഇന്ദ്രൻസ്. ഒരു നടനാകണമെന്ന മോഹം കൊണ്ടുമല്ല അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. ജീവിക്കാൻ വേണ്ടി ഒരു ജോലി തേടിയെത്തിയ ആ യുവാവിനെ സിനിമാ ലോകം ആദ്യം സ്വീകരിച്ചത് ഒരു തയ്യൽക്കാരനായിട്ടായിരുന്നു. ആദ്യകാലത്ത് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളായ പ്രേം നസീർ, ജയൻ, സോമൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി നിരവധി നടന്മാരുടെ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തത് ഇന്ദ്രൻസ് ആയിരുന്നു. ഒരു ഷർട്ടിന്റെ അളവെടുക്കുമ്പോൾ പോലും ഒരിക്കലും ക്യാമറയുടെ മുന്നിലെത്തുമെന്ന സ്വപ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ വിധി അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു വഴി ഒരുക്കുകയായിരുന്നു. സിനിമാ സെറ്റുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ഇന്ദ്രൻസിനെ സംവിധായകരും സഹസംവിധായകരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. പിന്നീട് മലയാള സിനിമയിലെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നടനായി ഇന്ദ്രൻസ് മാറി. ഹിറ്റ്ലർ ബ്രദേഴ്സ്, മാന്നാർ മത്തായി സ്പീക്കിംഗ്, കുസൃതിക്കാറ്റ്, മാനത്തെ കൊട്ടാരം തുടങ്ങി 250-ലധികം സിനിമകളിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾക്ക് മറക്കാനാവാത്തതാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരഘടനയെ പരിഹസിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ പേരിൽ അദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാനായിരുന്നു ആഗ്രഹം, സിനിമയിൽ നിലനിൽക്കാനായിരുന്നു ആഗ്രഹം. വർഷങ്ങൾ കടന്നുപോയി, മലയാള സിനിമ മാറി, ഇന്ദ്രൻസും മാറി. ഒരു കാലത്ത് തമാശ കഥാപാത്രങ്ങളിൽ ഒതുങ്ങിയിരുന്ന അദ്ദേഹം പിന്നീട് അഭിനയത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തി. 2018 പുറത്തിറങ്ങിയ ആളൊരുക്കം എന്ന സിനിമ ഇന്ദ്രൻസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. ഞാൻ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പണ്ട് തുള്ളാൻ പോകുമ്പോ പ്രത്യേകിച്ച് തുള്ളുന്ന ഇനമനുസരിച്ച് നമ്മളെ ചിലരൊക്കെ നോട്ടമിടും. മകളെ തേടി അലയുന്ന പപ്പു പിഷാരടി എന്ന കഥാപാത്രത്തെ അത്രയും മനോഹരമായി അവതരിപ്പിച്ച ഇന്ദ്രൻസ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി. ആ സിനിമയിലെ പല രംഗങ്ങളും ഇന്നും പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നവയാണ്. വർഷങ്ങളായി കാണാതായ മകളെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ നിസ്സഹായത അദ്ദേഹം അത്രയും സ്വാഭാവികമായി അവതരിപ്പിച്ചു. പിന്നീട് ഹോം എന്ന സിനിമയിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രം ഇന്ദ്രൻസിനെ മറ്റൊരു ഉയരങ്ങളിലേക്ക് എത്തിച്ചു. സാങ്കേതിക ലോകത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന മക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു സാധാരണ അച്ഛന്റെ വേദന മലയാളികൾ സ്വന്തം അച്ഛന്റെ വേദനയായി കണ്ടു. ഹോം സിനിമയിലെ മകന്റെ പ്രശംസയ്ക്കായി കാത്തിരിക്കുന്ന അച്ഛന്റെ നിശബ്ദമായ നിമിഷങ്ങൾ, ഫോൺ ഉപയോഗിക്കാൻ പഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ നിസ്വാർത്ഥ സ്നേഹം, ഇതെല്ലാം മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. സ്റ്റേഷൻ 5, മൺറോ തുരുത്ത്, വെയിൽ മരങ്ങൾ, അനുരാഗ കരിക്കിൻ വെള്ളം തുടങ്ങിയ സിനിമകളിലും ഇന്ദ്രൻസ് തന്റെ അഭിനയ മികവ് തെളിയിച്ചു. വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ജീവിതത്തിൽ എത്ര ഉയരങ്ങളിൽ എത്തിയിട്ടും ഇന്ദ്രൻസ് എന്ന മനുഷ്യൻ മാറിയില്ല. ഇന്നും അദ്ദേഹം സാധാരണക്കാരനായി ജീവിക്കുന്നു. ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും സ്വന്തം വീട്ടിലെ ഒരു സാധാരണ മനുഷ്യനെയാണ് ഓർമ്മ വരിക. വലിയ താരജാടകളില്ല, അഹങ്കാരമില്ല, ലഭിക്കുന്നതിനോടുള്ള നന്ദി മാത്രമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്ത ആ മനുഷ്യൻ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻസ് എന്ന പേര് വെറുമൊരു നടന്റെ പേരല്ല, അത് അധ്വാനത്തിന്റെ പേരാണ്, ക്ഷമയുടെ പേരാണ്, ഒരിക്കലും തോറ്റുകൊടുക്കാത്ത മനസ്സിന്റെ പേരാണ്.
ജീവിതം എത്ര കഠിനമായാലും സ്വപ്നങ്ങൾ കൈവിടാതെ മുന്നോട്ട് നടന്നാൽ ഒരു നാൾ വിധി നമ്മെ തേടിയെത്തുമെന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഇന്ദ്രൻസ്. അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിലുപരി ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾ അദ്ദേഹത്തെ ഒരു നടനായി മാത്രമല്ല സ്വന്തം വീട്ടിലെ ഒരാളായി കാണുന്നത്. ഇന്ദ്രൻസ്, ആ പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു മുഖമല്ല, ഒരു നന്മയാണ് ഇന്ദ്രൻസ്.